റോമർക്ക് എഴുതിയ ലേഖനം 8:11. ദ ബുക്ക് ഓഫ് റോമൻസ് ചാപ്റ്റർ 8:11. ഇത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യം, കാണാതെ പഠിക്കേണ്ടതാണ്. പല വാക്യങ്ങളും ഞാൻ എടുക്കുന്നത് പരിശുദ്ധാത്മാവ് നിർബന്ധമായിട്ടും പഠിപ്പിക്കുന്ന വാക്യങ്ങളാണ്. ദേ ആർ വെരി ഇമ്പോർട്ടൻറ്റ്. എല്ലാ വാക്യങ്ങളും ഇമ്പോർട്ടൻ്റ്, പക്ഷേ ചിലത് നമ്മളെ നന്നായിട്ട് ചില അവസരങ്ങളിൽ തൊടും. യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എങ്കിൽ ക്രിസ്തുയേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തൻ്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരത്തെയും ജീവിപ്പിക്കും. നമ്മുടെ മർത്യ ശരീരമാണ്. നമുക്ക് ഈ ആത്മാവെന്ന് പറയുന്ന ആത്മാവിന് ശരീരമില്ല. പരിശുദ്ധാത്മാവിനും പിശാചിനും ഒരാത്മാവാണ്, അതിന് ശരീരം ഇല്ല. അപ്പം ശരീരം ഏത് രൂപത്തിലും എടുക്കാൻ സാധിക്കും. അതുകൊണ്ട് ഒരു ശരീരം ആവശ്യമുണ്ട്. പരിശുദ്ധാത്മാവിന് ഒരു ശരീരം ആവശ്യമുണ്ട്. ആ പരിശുദ്ധാത്മാവ് നമ്മളിലേക്ക് പ്രവർത്തിക്കണമെങ്കിൽ നമ്മൾ വിട്ടുകൊടുക്കണം. നമ്മൾ പറയും ദൈവത്തിൻ്റെ ആത്മാവ്, നമ്മൾ പറയും ഐ സറണ്ടർ മൈ ലൈഫ് ടു യു. കർത്താവ് ഇതിൻ്റെ പരിശുദ്ധാത്മാവ്, അതായത് കർത്താവിനെ സ്വീകരിക്കും, അതിൻ്റെ ആത്മാവ് നമ്മളിൽ വന്ന് വസിക്കും. ഞാൻ പറയുന്നുണ്ട് 14-ാം അധ്യായത്തിൽ, ഞാൻ നിങ്ങളെ ഒരിക്കലും അനാഥരായിട്ട് വിടുകയില്ല, ഞാൻ പോകുന്നത് നല്ലത്, ഞാൻ പോയാലോ നിങ്ങൾക്ക് പിതാവിനോട് ചോദിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ തരുമെന്ന് വ്യക്തമായിട്ടും പറയുന്നു. റോമർക്ക് എഴുതിയ ലേഖനം 8:11 ഇംഗ്ലീഷിൽ. ആൻഡ് ഇഫ് ദ സ്പിരിറ്റ് ഓഫ് ഹിം who raised Jesus from the dead is living in you, he who raised Christ from the dead will also give life to your mortal bodies through his spirit who lives in you. അതാണ് എൻ്റെ മർത്യ ശരീരത്തിനെ ജീവിപ്പിക്കുക. അതാണ് എൻ്റെ പ്രശ്നം. വചനമൊക്കെ കേൾക്കുന്നുണ്ട്, ആത്മാവിൻ്റെ ഒരു ഉത്തേജനമുണ്ട്, പക്ഷേ ഈ ശരീരമുണ്ടല്ലോ ഒരു തരത്തിൽ അനങ്ങൂല. ചില ജോലിക്കാരോട് എന്തെങ്കിലും ഒന്ന് ജോലി ചെയ്യുമ്പോൾ അവർക്ക് ഇഷ്ടമല്ലെങ്കിൽ അവർ കേൾക്കാതെ മട്ടിയിരിക്കും, കേൾക്കത്തില്ല. അത് ഇപ്പോഴത്തെ കാലത്ത് ഒട്ടും നമുക്കൊന്നും ചെയ്യാനൊക്കത്തില്ല. അവർ കേൾക്കത്തില്ല, നമ്മൾ ചെയ്യേണ്ടി വരും. നമ്മൾ തന്നെ അങ്ങ് ചെയ്യും. പിന്നെ അവരുണ്ടെങ്കിൽ ചെയ്തെങ്കിലായി. എന്തുകൊണ്ടെന്നാൽ അവർക്ക് മനസ്സില്ലെങ്കിൽ നമുക്ക് അവരെ അടിച്ചേൽപ്പിക്കാനൊക്കത്തില്ല. ഈവൻ മക്കൾ ആരെ അടിച്ചേൽപ്പിക്കുക. അപ്പം നമ്മുടെ ഈ മർത്യ ശരീരമാണ് പരിശുദ്ധാത്മാവ് പൂർണ്ണമായിട്ട് ഉൾക്കൊണ്ടിട്ട് നമ്മളിൽ കൂടെ, അതായത് കർത്താവിൻ്റെ കൈയായിട്ടും കർത്താവിൻ്റെ കാലായിട്ടും കർത്താവിൻ്റെ നാവായിട്ടും കണ്ണായിട്ടും ചെവിയായിട്ടും നമ്മൾ മാറേണ്ടിയിരിക്കുന്നു. അത് ഈസ് കോൾഡ് ടോട്ടൽ സറണ്ടർ. സറണ്ടർ പറയാൻ എളുപ്പമാണ്, പക്ഷേ ദിനം പ്രതി അത് ചെയ്തില്ലേ നമ്മളറിയാതെ. എല്ലാം നന്മയായിട്ട് നമ്മളുണ്ട്, അവസാനം നമ്മളൊരു വിഡ്ഢിത്തരം വിളിച്ച് പറയും, എല്ലാം ചെയ്തെല്ലാം നല്ല ഇല്ലാതാക്കും. കണ്ടിട്ടുണ്ട്. പുറകിലെല്ലാം പ്രയത്നിച്ച് നമ്മൾ കിടന്നുകൊണ്ട് എഫേർട്ടിലെടുക്കും, പക്ഷെ ലാസ്റ്റിൽ എന്തെങ്കിലും ഒരു വേണ്ടാത്തത് നമ്മൾ പറയുകയോ ചെയ്യുകയോ ചെയ്യും, അതോടുകൂടി എല്ലാം കലക്കിക്കളയും. അത് മാനുഷികം. എന്തുകൊണ്ടത്? ഈ മർത്യ ശരീരത്തിന് എപ്പോഴും പ്രശംസ കിട്ടാൻ ആഗ്രഹമുണ്ട്. മർത്യ ശരീരം. എന്നാൽ ആത്മാവിലാണ് നമ്മൾ നിൽക്കുന്നത് എങ്കിൽ ആത്മാവ് നമ്മുടെ മർത്യ ശരീരത്തെ ജീവിപ്പിക്കുമെന്ന്. എങ്ങനെയുള്ള ആത്മാവാണ്? ആരാണ് ജീവിപ്പിക്കുന്നത്? ഈ മർത്യ ശരീരം. എൻ്റെ ഈ ശരീരം മരിച്ചു കഴിഞ്ഞിട്ടുള്ള കാര്യമല്ല ഈ പറയുന്നത്, ഇപ്പോഴുള്ള കാര്യമാണ് ഈ പറയുന്നത്. വളരെ വളരെ പ്രസക്തിയുള്ളൊരു വാക്യമാണ്. അതായത് എന്നിൽ പരിശുദ്ധാത്മാവുണ്ട്. അത് നമുക്ക് ഉറപ്പായിരിക്കണം. പരിശുദ്ധാത്മാവ് ഉണ്ടോ ഇല്ലയോ എന്ന് അവനവനറിയാം, പരിശുദ്ധാത്മാവുണ്ടോ ഇല്ലയോ എന്ന്. അത് വേറൊരാൾ പറഞ്ഞിട്ടല്ല, നമ്മൾക്കത് ഉറപ്പാണ്. യേശുവിനെ പിതാവ് മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കൊണ്ടാണ്. പിതാപുത്ര പരിശുദ്ധാത്മാവിൽ പരിശുദ്ധാത്മാവെന്ന് പറയുന്ന യേശുവിൻ്റെ ആത്മാവ് തന്നെയാണ്. പക്ഷെ ഒരു തൃത്വം 3 പേര് ഒന്നിച്ച് നിന്നാണ് എല്ലാത്തിലും പ്രവർത്തിക്കുന്നത്. യേശുവിനെ ക്രൂശുമരണം ഏറ്റെടുക്കേണ്ടി വന്നു. എന്തിന്? എൻ്റെയും നിങ്ങളുടെയും പാപം. അപ്പം ദൈവവുമായിട്ടുള്ള ബന്ധം അന്നേരം മാത്രമേ പിതാവുമായിട്ടുള്ള ബന്ധം മാറുന്നുള്ളൂ. ആ മാറിയ ബന്ധത്തിൽ മരണം സംഭവിക്കുന്നെന്ന് പറയണം. അതായത് എൻ്റെയും നിങ്ങളുടെയും പാപം ഏറ്റെടുത്തു. പാപത്തിൻ്റെ ശമ്പളം മരണം മാറണമെങ്കിൽ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരണം. കാരണം പാപമില്ലാത്തവൻ നമ്മുടെ പാപത്തെ വഹിക്കുകയാണ് ചെയ്തത്. അപ്പോൾ അറിയാം, ദൈവത്തിനറിയാം ഇത് ആവശ്യമുണ്ടായിരുന്നു. ഇത് സബ്സ്റ്റിറ്റ്യൂട്ടറി റിഡംപ്റ്റീവ് പ്രോസസ്സാണ് ഇവിടെ നടക്കുന്നത്. അപ്പം നമുക്കെന്ത് സംഭവിച്ചു? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നത്, മരിച്ചവരെന്ന് ഉയർപ്പിച്ചവൻ്റെ ആത്മാവ് നമ്മളിൽ വസിക്കുന്നു എങ്കിൽ, അതായത് പരിശുദ്ധാത്മാവ് എന്നിലുണ്ടെങ്കിൽ, ക്രിസ്തു യേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ. അപ്പം ആദ്യമേ യേശുവിനെ മരണത്തിന്, ക്രിസ്തു എന്ന പദവിയാണ്. ക്രൈസ്റ്റ് ഈസ് ദി റിഡംപ്റ്റീവ് പേഴ്സണാലിറ്റിയാണ്. യേശു പാപത്തിൽ നിന്ന് നമ്മളെ രക്ഷിക്കുന്നവനാണ്. ഓരോ വാക്കിനും ഓരോ വേർഡിനും അർത്ഥമുണ്ട്. ക്രിസ്തു യേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ, ക്രിസ്തുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ച പരിശുദ്ധാത്മാവ് നമ്മളിൽ വസിക്കണം.
അപ്പോൾ നമ്മളിൽ വസിക്കാനായിട്ട് നമ്മൾ ഇടം കൊടുക്കണം, അനുവദിക്കണം. അത് ഇന്നലെ അനുവദിച്ചുകൊണ്ട് ഇന്ന് ചെയ്യണമെന്നില്ലെന്ന്. ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇന്നലെ ഞാൻ അയാൾക്ക് നന്മ ചെയ്തു, ഇന്നിപ്പം നന്മ ചെയ്യാൻ പോകുന്നു, ഇന്ന് 2 അടി കൊടുക്കാൻ പോകുന്നു. നോ, ഇറ്റ് ഈസ് നോട്ട് ലൈക്ക് ദാറ്റ്. അങ്ങനെ നടക്കൂല. കർത്താവിൻ്റെ ഹിതത്തിന് എപ്പോഴും വിട്ടുകൊടുക്കാൻ നമ്മളെ തന്നെ ഏൽപ്പിക്കുക. ഒരു കണക്ക് അത് വലിയ പാടാണ്. എന്നാൽ പരിശുദ്ധാത്മാവ് വരുമെങ്കിൽ അത് എളുപ്പമാണ്. അപ്പോൾ ഈ കാതലായിട്ടുള്ള സത്യം പരിശുദ്ധാത്മാവിനെ കൊണ്ട് നമ്മളെ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് നമുക്ക് വരണം. ക്രിസ്തുയേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന, അതായത് നമ്മളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ മർത്യ ശരീരത്തെ ജീവിപ്പിക്കും. അപ്പം ജഡസ്വഭാവം ജഡത്തിനുള്ളതും ആത്മസ്വഭാവം ആത്മാവിനുള്ളതേ ചിന്തിക്കത്തുള്ളൂ. ജഡത്തിൻ്റെ ചിന്ത മരണമാണ്, ആത്മാവിൻ്റെ ചിന്ത ജീവനും സമം. ഇത് രണ്ടും കൂടാണ് യുദ്ധം. ജഡം മരണകരമായതേ ചിന്തിക്കത്തുള്ളൂ. എന്നിട്ട് നമുക്ക് തോന്നും ഇതാണ്ട് വലിയ കാര്യമാണ്. എളുപ്പങ്ങൾ കാര്യങ്ങൾ നമ്മൾ നേടിയെടുക്കുമ്പോൾ ഓർത്തോണം, ജഡചിന്തയിലാണോ ഓപ്പറേറ്റ് ചെയ്യുന്നത്. അതല്ല, അത് നടന്നില്ല, നടക്കണ്ട, സാരയില്ല, നടക്കുമ്പോൾ നടന്നാൽ മതി. അങ്ങനെ ഒരു ദീർഘമായ ക്ഷമയുണ്ടോ? ദീർഘക്ഷമ എന്ന് പറയുന്ന ഒരു ഫലമാണ്. അത് ദൈവത്തോട് ചോദിച്ചു തന്നെ വാങ്ങിക്കണം. അത് നമ്മൾക്ക് ദൈവം തരണം. നമ്മൾ ചോദിച്ചാൽ അവൻ തരികയും ചെയ്യും. അവൻ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരുന്ന ദൈവം. ദൈവശക്തി നമ്മുടെ മേൽ ആവസിക്കണമെങ്കിൽ എൻ്റെ മർത്യ ശരീരത്തിനെ ദിനം പ്രതി മരിപ്പിക്കണം. അവിടെയാണ് ഈ പ്രാർത്ഥനയ്ക്ക് എടുക്കുമ്പോൾ എപ്പോഴും ഈ റോമർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ 12:1-2 1-ാം വാക്യം വളരെ പ്രധാനം. അവിടെ സഹോദരന്മാരെ, ദൈവത്തിന് മനസ്സലിവ് അർപ്പിച്ച് നിങ്ങളെ ഞാൻ പ്രബോധിപ്പിക്കുക. എന്താ പ്രബോധിപ്പിക്കുന്നത്? ബുദ്ധിയുള്ള ആലയങ്ങളായിട്ട് മാറണം. അല്ലാതെ ചുമ്മാതെ നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി അർപ്പിക്കണം. ദൈവത്തിന് ഇഷ്ടമുള്ള യാഗമായിട്ട് നമ്മളെ കൊടുക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ക്രമേണ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഓൺ എ ഗ്രാജുവൽ ലെവൽ പരിശുദ്ധാത്മാവ് നമ്മളിൽ ശക്തി പ്രാപിച്ചു വർദ്ധിച്ചു കൊണ്ടേയിരിക്കും, അല്ലെ വളർന്നുകൊണ്ടേയിരിക്കും. ആദ്യമേ നമ്മൾ രക്ഷിക്കപ്പെട്ടപ്പോൾ 1 ദിവസത്തിൻ്റെ പ്രായമേ ഉള്ളായിരുന്നു എങ്കിൽ ആദ്യമായി ദൈവത്തിൻ്റെ സന്നിധി ഇരിക്കുമ്പം ചിലപ്പം ചിലർക്ക് 10 വയസ്സ് കാണും, ചിലർക്ക് 30 വയസ്സ് കാണും, ചിലർക്ക് അതിൽ കൂടുതൽ വയസ്സുണ്ട്. അതായത് 33.5 വയസ്സിൽ യേശുക്രിസ്തു ചെയ്ത പ്രവൃത്തികൾ പരിശുദ്ധാത്മാവിൽ നമ്മൾ വരുമ്പോഴും ചെയ്യും. അത് തന്നെ യേശു പറയുന്നുണ്ട്, ഞാൻ പോകുന്നു, ഞാൻ പോയാൽ നിങ്ങൾ എന്നെക്കാട്ടി കൂടുതൽ ആത്മാവിൽ പ്രവർത്തിക്കുന്നു. ചെയ്യുന്നില്ലേ? എത്രയോ പേര് വലിയ പ്രവൃത്തികൾ ദൈവനാമത്തിൽ ഇപ്പോഴും ചെയ്യുന്നു. ബിക്കോസ് ആ സെയിം പരിശുദ്ധാത്മാവ് നമ്മളിലുള്ള മർത്യ ശരീരത്തെ വീണ്ടും ജീവിപ്പിച്ച് ദൈവത്തിൻ്റെ വാസസ്ഥലമാക്കി മാറ്റുന്നു. ഇതൊരു വലിയൊരു ട്രാൻസ്ഫോർമേഷനാണ്. അതാണ് മെറ്റമോർഫോസ് എന്നുള്ള വേർഡ് ഉപയോഗിക്കുന്നത്. പ്യൂപ്പൽ സ്റ്റേജിലിരിക്കുന്ന ഞാൻ, എന്ത് പറഞ്ഞാലും അനങ്ങത്തില്ലെന്ന് പറഞ്ഞിരിക്കുന്ന ഞാൻ കറക്റ്റ് ടൈമിൽ ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിക്കുമ്പോൾ നല്ല ബട്ടർഫ്ലൈ ആയിട്ട് പുറത്തോട്ട് ഇറങ്ങി വരും. അത് എന്നും വചനം കൊണ്ട് നമ്മളെ നിറയ്ക്കുക, വചനം കൊണ്ട് നമ്മൾക്ക് വളമിടണം, വചനം കൊണ്ട് നമ്മുടെ പഴയ ജീവിതത്തെ അടിച്ചു മാറ്റണം. പഴയ ചിന്തകൾ വർത്തമാനം പറയുന്നത് ശരിയല്ല, അതാ ലാസ്റ്റ്. അത് ദൈവത്തിന് ഒട്ടും ഇഷ്ടമല്ല. പക്ഷെ അതിന് മുമ്പുള്ളൊരു കാര്യമുണ്ടല്ലോ, ചിന്ത. ഈ ചിന്തയ്ക്കകത്തുള്ള അഴുക്കുകളെ എടുത്ത് കളയാൻ എങ്ങനെ സാധിക്കും? ഇല്ലേ? ഈ സങ്കീർത്തനത്തിനകത്തൊരു വാക്യമുണ്ട്, 19-ലാന്ന് തോന്നുന്നു. പറയുന്നില്ലേ, എൻ്റെ ചിന്തകളും വിചാരങ്ങളും നീ, എൻ്റെ ഹൃദയ വിചാരങ്ങളെ നീ നോക്കണമേ. ദൈവമേ, എൻ്റെ വിചാരങ്ങളെ നീ ഒന്ന് ശ്രദ്ധിക്കണമേ. അതുപോലെ 51-ൽ പറയുന്നുണ്ട്, തകർന്നും നുറുങ്ങിയിരിക്കുന്ന ഹൃദയത്തെ ദൈവമേ നീ നിരസിക്കത്തില്ല. നമ്മൾ ദൈവത്തിൻ്റെ അടുക്കലോട്ട് വന്ന് നമ്മുടെ വേദനകൾ പ്രയാസങ്ങൾ നിവർത്തി കാണിച്ചു കൊടുക്കുമ്പം തകർന്ന് നുറുങ്ങിയിരിക്കുന്ന ഹൃദയത്തെ ദൈവമേ നീ നിരസിക്കുന്നതിൻ്റെ പ്രസാദപ്രകാരം സിയോനോട് തന്നെ ദൈവമേ നിർമ്മലമായൊരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ച സ്ഥിരതയൊരാത്മാവിനെ എന്നെ ആത്മാവിനെ പുതുക്കുക. പരിശുദ്ധാത്മാവിനെ കൊണ്ട് നമ്മളെ പുതുക്കിയില്ല എങ്കിൽ നമുക്ക് ഒരു നന്മയും പ്രാപിച്ചെടുക്കാൻ സാധിക്കത്തില്ല. നമ്മൾ കിടന്ന് അധ്വാനിക്കും, പ്രയത്നിക്കും, പക്ഷേ ഫലമില്ലാത്തതായി മാറും. അതുകൊണ്ടാണ് ദൈവം നിർബന്ധമായിട്ടും പറയുന്നത്, നിൻ്റെ മർത്യ ശരീരത്തെ നീ ജീവിപ്പിക്കണം. അത് പരിശുദ്ധാത്മാവാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ 19-ാം സങ്കീർത്തനത്തിന് 14-ാം വാക്യം ഇങ്ങനെ, എൻ്റെ എൻ്റെ വീണ്ടെടുപ്പുകാരനായ യഹോവേ, എൻ്റെ വായിലെ വാക്കുകളും എൻ്റെ ഹൃദയത്തിലെ ധ്യാനവും നിനക്ക് പ്രസാദകരമായിരിക്കട്ടെ. നമ്മുടെ പാറയും വീണ്ടെടുപ്പുകാരനെ യഹോവയോട് പറയുക, വായിൽ വരുന്ന വാക്കുകൾ, അതിനു മുമ്പുള്ള ഹൃദയത്തിലെ ധ്യാനം. ഹൃദയം നിറഞ്ഞ കവിയെന്നാണല്ലോ പുറത്തോട്ട് വരുന്നത്. അത് ഞാൻ ചുമ്മാതെ പറഞ്ഞാന്ന് ചിലർ പറയാറ്. അങ്ങനെ ഒരു കാര്യമില്ല കേട്ടോ. അങ്ങനെ ആരും വിശ്വസിക്കുകയും വേണ്ട. ആരെങ്കിലും നമ്മളെക്കുറിച്ച് വേണ്ടാത്തത്
ദൈവഹിതമല്ലാത്ത പറഞ്ഞ് അവരത് മെഡിറ്റേറ്റ് ചെയ്ത് തലേ വെച്ചിരുന്ന കാര്യമായി വിളിച്ചു പറയുന്നത്. അങ്ങനെയുള്ളതൊന്നും വിളിച്ച് പറയാതിരിക്കാൻ കൃപ ചോദിക്കണം. കാരണം ദൈവം നട്ട ഈ തോട്ടത്തിനകത്ത് അശുദ്ധി കൊണ്ടുവരാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. വിശുദ്ധമായത് ദൈവത്തിൻ്റെതാണ്. അതിന് കൊടുക്കേണ്ട പ്രാധാന്യം കൊടുക്കുക. നമുക്ക് പ്രാർത്ഥിക്കാം. നാഥ, നിൻ്റെ മുൻപിലേക്ക് ഞങ്ങളെ തന്നെ ഏൽപ്പിച്ചു തരികയാണ്. അതിപരിശുദ്ധനായ ദൈവം നമ്മളോട് പറയുന്ന റോമർക്കെഴുതിയ ലേഖനം 8:11 പറയുന്നത് കർത്താവിൻ്റെ ആത്മാവാണ്. യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച അതേ ആത്മാവ്. കർത്താവ് ക്രിസ്തുയേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ച അതേ ആ ആത്മാവ് ഞങ്ങളിൽ വസിക്കുന്നു എങ്കിൽ ഉണ്ടോ കർത്താവ്? ആത്മാവ് ഞങ്ങളിൽ പൂർണ്ണമായിട്ടും സ്വാതന്ത്ര്യം എടുക്കുന്നുണ്ടോ? ഇത് നമുക്ക് പ്രയാസമുള്ള കാര്യമല്ലല്ലോ കർത്താവ്. നിൻ്റെ പരിശുദ്ധാത്മാവിനെ നീ അനുവദിച്ചാൽ ഞങ്ങളെ ശുദ്ധീകരിക്കും. അത് ചിലപ്പം ഭാരമായിട്ട് തോന്നുന്നെങ്കിലും സാരമില്ല കർത്താവ്. ഞങ്ങളുള്ള ജഡത്തിനെ എടുത്തു കളഞ്ഞിട്ട് മർത്യ ശരീരത്തിനെ ദൈവത്തിന് വേണ്ടി ജീവിപ്പിക്കണമേ. എന്നാലല്ലേ ഞങ്ങളുടെ കാലുകൾക്ക്, കൈകൾക്ക്, ബുദ്ധിക്ക് പ്രവർത്തിക്കാനുള്ള ശക്തി കിട്ടത്തുള്ളൂ. നിനക്ക് വേണ്ടി ജീവിപ്പാൻ, നിൻ്റെ പ്രവർത്തന മണ്ഡലങ്ങളിൽ സന്തോഷിപ്പാൻ, നീയുമായിട്ടുള്ള ബന്ധം പുലർത്തുവാൻ ഞങ്ങളുടെ ഈ മർത്യ ശരീരത്തെ അവിടുന്ന് ജീവിപ്പിക്കണമേ. ജഡത്തിലുള്ളത് ജഡമേ ചിന്തിക്കത്തുള്ളൂ. ജഡത്തിലുള്ളത് മരണമാണെന്നും പറയുന്നു. ആത്മാവിലുള്ളത് സമാധാനവും സന്തോഷവും സ്നേഹവുമാണ്. അതൊക്കെ ഞങ്ങൾക്ക് ഇട്ടുതന്ന് ഞങ്ങളെ ബലപ്പെടുത്തണമേ. നിൻ്റെ കാരുണ്യമായ കരങ്ങൾ കൊണ്ട്, ഞങ്ങളുടെ ബലമുള്ള വലങ്കൈ കൊണ്ട് ഞങ്ങളെ പിടിച്ചിരിക്കും. ഞങ്ങളെ തന്നെയല്ല, ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന എല്ലാ വിഷയങ്ങളുടെ മേൽ, ഞങ്ങളുടെ ഭർത്താക്കന്മാരുടെ, മക്കളുടെ മേൽ, മരുമക്കളുടെ മേൽ, ഞങ്ങളുടെ പ്രവൃത്തി മണ്ഡലങ്ങളിൽ ഒക്കെ നിൻ്റെ സാന്നിധ്യം കൊണ്ട്, ടാഞ്ചിബിൾ പ്രസൻസ് കൊണ്ട് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടെ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഉത്തരം തന്നതിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ പുണ്യനാമത്തിൽ തന്നെ.